IPL വളരെ രസകരമായ ആർഗ്യുമെന്റ്സ് ഒക്കെ നടക്കുക. കാരണം സാധാരണഗതിയിൽ ഹോം ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ലീഡ് കൊണ്ടാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒക്കെ ഫൈനലിലേക്ക് എത്തുന്ന പല ടീമുകളും അങ്ങനെയാണല്ലോ. ഒരു 7-7 മാച്ചസ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ആ സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ. പക്ഷെ ഇത് ഇപ്രാവശ്യം അതില്ല എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് വളരെ രൂക്ഷമായിട്ടുണ്ട്. അപ്പം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒക്കെ സ്ഥിതിയും KKRന്റെ ഒക്കെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതൊരു ന്യായയുക്തമായ ഒരു സംഗതിയാണെന്ന് തോന്നുകയും ചെയ്യും നമുക്ക്, അല്ലേ? അതെങ്ങനെയാണത്? അല്ല, അത് തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാരും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണ്. ഇപ്പൊ ഒരു T20 മാച്ചിൽ സാധാരണ 40 ഓവർ കൊണ്ട് പിച്ച് അങ്ങനെ മാറുമൊന്നുമില്ല. പക്ഷെ ആ പിച്ചിന്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് നിങ്ങളുടെ ടീമിനെ സൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു 14 മാച്ചിൽ 7 മാച്ച് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ഈ 7 മാച്ച് നോക്കിയിട്ടാണ് ഇവര് ഓപ്ഷനിൽ 120 കോടി ചെലവാക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലെ KKRന്റെ 1-2 എനിക്ക് അറിയണ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്ന ന്യായം അതാണ്. ഞങ്ങൾ ഈ 120 കോടി ചെലവാക്കിയത് ഈ 7 കളി നോക്കിയിട്ടാണ്. അത് കാരണമാണ് ഇപ്പൊ സുനിൽ നാരായൺ, വരുൺ ചക്രവർത്തി ഇങ്ങനത്തെ സ്പിന്നേഴ്സിനെ അവർ മെയിനായിട്ട് പൈസ ചെലവാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് പറ്റിയ പിച്ചിന് പകരം 240 റൺ അടിക്കണ പിച്ചാണെങ്കിൽ പിന്നെ ആ പൈസ എഴുതി തള്ളിയ പോലെയാ ശരിക്കും. പിന്നെ എന്ത് ധൈര്യത്തിലാണ് അവർ അടുത്ത ഓപ്ഷനിൽ അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് അവർ ടീം സെലക്ട് ചെയ്യുക? ചെന്നൈയുടെ കേസ് കുറച്ച് വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത കാലത്താണ് സ്ക്വയർ മുഴുവൻ റീലേ ചെയ്തത്. അത് സെറ്റിൽ ചെയ്യാൻ തന്നെ സാധാരണ ഒരു 1-2 സീസൺ എടുക്കും അതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തായാലും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അവർക്കും ഇത് തന്നെ പറ്റിയില്ല. അത് സ്റ്റീവൻ ഫ്ലെമിംഗ് പ്രസ് കോൺഫറൻസിൽ വരെ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ പിച്ച് പെരുമാറാൻ പോണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എന്ത് ഹോം അഡ്വാൻറ്റേജ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവരും ഇതേപോലെ സ്പിന്നിലാണ് മുഴുവൻ ഇറക്കിയിട്ടുള്ളത്. ഇപ്പൊ നൂർ അഹമ്മദ് ആയാലും ജഡേജ ആയാലും വേറെ ആരാളുള്ള അശ്വിൻ ഇപ്പൊ തിരിച്ചു വാങ്ങി. ഇവരൊക്കെ ഉണ്ടായിട്ടും ആ പിച്ചസ് അവർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുകളല്ല ചെപ്പോക്കിലിപ്പോ.